ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് അഗെയിൻ തത്സമയം ശാലിനി. വലിയ ചതിയായിപ്പോയി ബിഗ് ബോസ്. നമ്മളൊരു ബിഗ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിക്കുഞ്ഞൻ ടീച്ചറിനെ കൊണ്ടുവന്ന പണിയായിപ്പോയി. കുറെ പ്രതീക്ഷിച്ചത് കൊണ്ടുള്ള വിഷമമാണ്, വേറെ ഒന്നുമല്ല. ബിഗ് പണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടന്റെ പല രീതിയിലുള്ള ഈ വേറെ വെറൈറ്റി പഞ്ചസും തീംസ് കൊണ്ടുവരുന്ന പ്രമോയും ഒക്കെ പ്രതീക്ഷിച്ച നമുക്ക് വീണ്ടും ഒരു കുഞ്ഞൻ ടീച്ചർ, അതൊരു എലിക്കുഞ്ഞൻ ടീച്ചർ. ഒരു പണി സോങ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പണി തീം സോങ് ആയിട്ടും നമുക്കത് കൂട്ടാൻ പറ്റില്ല. ചെറിയൊരു ടീസർ, ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ ഒരു ടീസർ. എന്നാലും കുറച്ചും കൂടിയൊക്കെ നല്ലതാക്കാമായിരുന്നു. ഈ സോങ് കണ്ടപ്പോൾ എനിക്ക് സീസൺ 4 മറ്റേ ചായക്കപ്പ് കഴുകുന്ന സമയത്ത് ഞാൻ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു, അതാ ഓർമ്മ വന്നത്. ഏഷ്യാനെറ്റ് പ്ലസിൽ അത് പ്രൊമോ ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു സാധനം കേട്ടോ, റാപ്പ് സോങ് ഒന്നല്ല ഇതുപോലെ. പക്ഷെ എന്നാലും ഇതിലെ വരികളും അതിലെ വരികളൊക്കെ ഏകദേശം നല്ല സാമ്യമുണ്ട്. അതിങ്ങനെയായിരുന്നു: കൈക്കുടന്ന നിറയെ ബോസ് പണികൾ തരും, ലക്ഷറി ബഡ്ജറ്റ് കുളമായിടും, ഇനി വരുന്ന വീക്ക്ലി ടാസ്കിൽ പണിയോട് പണി തന്നെ. ആ സംഭവമൊക്കെ നല്ല രസമുള്ള സമയമായിരുന്നു. ഞാൻ ഈ നേരം ചായ വെച്ച് ഈ അടുക്കളയിൽ മടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ വീക്ക്ലി ടാസ്കും സാധനങ്ങളും എന്റർടൈൻമെന്റ് ആ സെഷൻ വന്ന സമയത്ത് എല്ലാവരും രാത്രി ഗാർഡനിൽ ഭയങ്കര ചർച്ചകളും കാര്യങ്ങളൊക്കെയാ. ആ സമയത്ത് കിച്ചൺ ഡ്യൂട്ടി അറിയാലോ, ഭയങ്കര നമ്മുടെ ആ സീസണിലെ ഗംഭീര പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുള്ള കിച്ചൺ ക്യാപ്റ്റൻസി. കുക്കിംഗ് വലിയ കാര്യമായിട്ട് അറിയാതിരുന്ന എനിക്ക്, ഞാൻ ഏതെങ്കിലും ഒരു അറിയുന്ന ആളുടെ കൂടെ പയ്യെ കയറി നൈസായിട്ട് അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ച എന്നെ തന്നെ കുക്കിംഗ് ക്യാപ്റ്റനായിട്ട് നിയമിച്ച ആ സീസണിലെ ആ എപ്പിസോഡ് ഞാനത് ഒരിക്കലും മറക്കില്ല. ഇപ്പൊ കുക്കിംഗ് അറിയാട്ടോ, അന്നത്തെ കാര്യം പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് മടുത്ത് രാത്രി ഈ പാത്രം കഴുകലും ചായ ഇടലിന്റെ ഇടയ്ക്ക് ഒരു ഗതി ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് വിമ്മ് കലക്കി കൊടുക്കും എന്ന് പറഞ്ഞൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 4 അത് ഏഷ്യാനെറ്റ് പ്ലസിന്റെ പ്രൊമോ ആയിരുന്നു. അപ്പൊ അതെനിക്ക് ഓർമ്മ വന്നു. അതിൽ പറയുന്നുണ്ട് ലക്ഷറി ബഡ്ജറ്റ് കുളമായിടെന്ന് പറയുന്നുണ്ട്. ഇതിനകത്തും ലക്ഷറി ബഡ്ജറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ ക്യാപ്റ്റൻസി ടാസ്ക് ആ പറയുന്നത്. പിന്നെ മറ്റേ ജയിലിൽ അടക്കുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഓരോ ക്രിയേറ്റിവിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെ ആയിരിക്കാം നമ്മുടെ മുൻപത്തെ പ്രൊമോ ഇതും കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല കേട്ടോ. അത് വേറെ ലെവൽ, നമ്മുടെ രക്തഞ്ചിന്റെ ലോഗോ ഉള്ള സാധനം. സംഭവം ലോഗോ ഇതിലും ഉണ്ടെങ്കിലും അത് വേറൊരു ലെവൽ മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരും അതിൻ്റെ ഓരോ വർക്കിനും എഫേർട്ട് ഇട്ടിട്ട് തന്നെ ചെയ്യുന്നത്. അതിനെന്തായാലും അപ്രീസിയേഷൻ ഉണ്ട്. പക്ഷേ ബിഗ് ബോസിനോടാണ് പരാതി. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ബിഗ് ബോസ് വലിയൊരു പുലി വരും എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു എലിക്കുഞ്ഞൻ ടീച്ചർ കൊണ്ടുവന്നത് കുറച്ച് വിഷമം ഉണ്ടാകുന്നു ബിഗ് ബോസ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ബാക്കി സാധനങ്ങളൊക്കെ വരുമായിരിക്കും. മുൻപ് വീഡിയോയിൽ പറഞ്ഞ പോലെ മോനെ ദിനേശ സാധനമൊക്കെ ചെറുതായി വന്നിട്ടുണ്ട്. വലിയ സംഭവങ്ങൾ വരാൻ പോകുന്നു എന്നറിയാം. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലാലേട്ടന്റെ ഡബിൾ റോൾ പ്രൊമോ, മഞ്ഞക്കുർത്തയിലെ സംഭവം, അങ്ങനെ പലതും ഒരുപാട്. നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ചെറിയ നുറുങ്ങുകളാ. വലിയ സംഭവങ്ങള് അണിയറയിൽ ഒരുങ്ങുകയാണെന്നൊക്കെ നമുക്കറിയാം. വെയിറ്റ് ചെയ്യാം. പക്ഷെ എന്തെങ്കിലും തരുന്നത് കുറച്ച് സംഭവമാക്കി തന്നാൽ അതൊരു ഗ്രാൻഡ് ആയിരിക്കും. കാരണം ഇവിടെ ഇരുന്ന് ഇങ്ങനെ തള്ളി മറിക്കുന്ന സമയത്ത് അത് കാണുമ്പോൾ നമുക്കൊരു ഉഷാറാണ്. അത് വേറെ ഒന്നും ഒരു എന്താ പറയാ, ചാനലില് നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുള്ള ഒരു ടീസർ അതിന്റെ വില കുറച്ച് കണ്ടിട്ട് ശാലിനി അങ്ങനെ പറഞ്ഞു, ഇവളാരാ ട്രോള് കുറച്ച് ഇടട്ടെ, ആ സംഭവത്തിന് പറഞ്ഞതല്ല. കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചത് കൊണ്ടുള്ള ഒരു വിഷമം. കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനി ഇത് കാണുന്ന തത്സമയം ശാലിനിയുടെ ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഈ ടീസർ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കൂടി കമന്റ് ചെയ്യൂ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇഷ്ടങ്ങൾ. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല കിടിലൻ സംഭവങ്ങൾ, നമ്മുടെ ബിഗ് ബോസ് അല്ലേ, ഇറക്കാതിരിക്കുവോ, നമുക്ക് കാണാം. സീസൺ 7 മലയാളം ബിഗ് ബോസിന്റെ മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് വിജയ് ശാലിനി സൈനിങ് ഓഫ്. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.